ഹായ് ഫ്രണ്ട്സ്, അത്ലറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു IEM റിവ്യൂ ആയിട്ട് തന്നെയാണ്. ഞാൻ റിവ്യൂ ചെയ്യുന്നത് KZ കാസ്റ്റർ പ്രോ എന്ന IEM ആണ്. ഇത് കുറച്ച് മുന്നേ റിലീസായ IEM ആണ്, അറൗണ്ട് 1 ഇയർ മുമ്പ് റിലീസായ IEM ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈപ്പ് കാരണം അതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് വാങ്ങി, നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഓക്കെ, ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഒന്നുകൂടി റീപാക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബേസിക്കലി ഇങ്ങനെയാണ് ഇത് വരിക. സോ വേറൊരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടാവും, അത് ഞങ്ങൾക്ക് റിമൂവ് ചെയ്തു. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് IEM കാണാം. ഇതാണ് IEM. അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ഉണ്ട്, അത് മാറ്റി വെക്കാം. പിന്നെ ഇതാണ് IEM, ഇത് ഞാൻ എടുക്കാം. അതിന് മുന്നിൽ ആക്സസറീസ് ആയിട്ട് കാര്യം ഇട്ടൊന്നുമില്ല. ഞാൻ നോൺ മൈക്കുള്ള വേർഷനാണ് വാങ്ങിയത്, 3.5mm ജാക്ക്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ 3.5mm ജാക്കാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഡാക്ക് ഉപയോഗിക്കാം. അതായത് ഇതുപോലുള്ള ഈ 2000 അല്ലെങ്കിൽ ഈവൻ ഒരു 5000, അറൗണ്ട് ഈവൻ 10,000 ആണെങ്കിലും ബേസിക്കലി പൈസ അല്ല, അതായത് ഡ്രൈവ് ചെയ്യാൻ വളരെ ഹാർഡല്ലാത്ത IEMs ഒക്കെ ആണെങ്കിൽ മോസ്റ്റ് IEMസും അത്ര ഹാർഡൊന്നുമല്ല. ജസ്റ്റ് ഒരു ബേസിക് ഡാക്ക് ഇനഫാണ്. അറൗണ്ട് ഒരു 2000 ഉള്ളിലുള്ള ഡാക്ക് മോർ ദാൻ ഇനഫാണ്. ഈവൻ 1000 ഉള്ളിലുള്ള ഡാക്സ് ഒക്കെ ഉണ്ട്. ഓഡിയോ കുലറിൻ്റെ ഒക്കെ DC07 എന്നൊക്കെ പറഞ്ഞിട്ടാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് മോർ ദാൻ ഇനഫാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു ആപ്പിൾ യൂസർ ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു ആപ്പിളിൻ്റെ തന്നെ USB-C ടൈപ്പ് ഇതുണ്ട്, ഡാക്ക് ഉണ്ട്. അത് മോർ ദാൻ ഇനഫാണ്. അതിൻ്റെ തന്നെ Type-C അല്ലാത്ത ലൈറ്റനിങ്ങിൻ്റെ വേർഷനും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പുള്ള മോഡലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈവൻ iPhone 15 മുമ്പുള്ള 14 വരെയുള്ള ഡിവൈസൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന് അറൗണ്ട് 900 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇനി ആ റേഞ്ചിൽ തന്നെ ആപ്പിളിൻ്റെ അല്ലാത്ത വേറെ ഡാക്ക് അവൈലബിൾ ആണ്. ചിലപ്പോൾ അത് കുറച്ചുകൂടി പവർഫുള്ളായ ഡാക്ക് ചിപ്പ് അതിലുണ്ടാകും. ഓക്കെ, പക്ഷേ ആപ്പിളിൻ്റെത് നല്ലതാണ്, അടിപൊളിയാണ്. ഇനി ഞാൻ വിഷയത്തിൽ ഇപ്പം തന്നെ മാറി. ഇതിൻ്റെ കൂടെ ഈ കേബിൾ വരും, അതിൻ്റെ കൂടെ തന്നെ ഇയർ ടിപ്സും. ബേസിക് ഇയർ ടിപ്സാണ്, നമ്മുടെ സിലിക്കൺ ഇയർ ടിപ്സാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പിന്ന് വരുന്നത് 2 പിന്നാണ്. പക്ഷേ ഈ KZയുടെ ഒക്കെ ഒരു കുഴപ്പം, ഈ 0.78mm പിന്നല്ല വരുന്നത്, 0.75mm ഇതുപോലുള്ള പിന്നാണ് വരിക. ഓക്കെ, കുറച്ചൊരു ഉള്ളിലായിട്ടുള്ളത്, അതായത് പിന്നെ കണ്ടില്ലേ, ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക. നോർമലിയുള്ള ഈ 0.78 ആണെങ്കിൽ ഈ ഒരു കവറിങ് ഉണ്ടാവില്ല, ജസ്റ്റ് പുറത്തായിട്ട് തന്നെ അത് കാണും. കുറച്ചുകൂടി ലെങ്ത്തും ഉണ്ടാവും ഇതിലും കൂടെ. പക്ഷെ അതാണ് ഒരുപാട് IEMസിൽ ഉണ്ടാവുക, അതാണ്. ഈവൻ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള IEM ഒക്കെ ആ ഒരു പിന്നാണ് ഉണ്ടാവുക. പക്ഷെ എന്തോ KZ ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഫൈൻ, ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളുടെ IEM എടുക്കാം. ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് IEM. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള ഇതിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള IEMനേക്കാളും അടിപൊളി ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പുറത്ത് വരുന്നത് സിങ്ക് അലോയ് മെറ്റീരിയലാണ്, നല്ലൊരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതൊരു കൈൻഡ് ഓഫ് ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ഗ്രേ കളറാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലൈറ്റിങ്ങിനനുസരിച്ച് ചെറുതായിട്ട് കളർ മാറും. നമുക്ക് ചിലപ്പോൾ ഒരു ഗ്രേ ആയിട്ട് തോന്നും, ചിലപ്പോൾ ഈ ഒരു ലൈറ്റിങ്ങിലൊക്കെ അതൊരു ബ്ലാക്ക് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ റെസിൻ ബിൽഡാണ്, പ്യുവർ റെസിനാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇവിടെ നല്ല ക്വാളിറ്റിയാണ്. ഈവൻ ഞാൻ ഇതിലും പൈസ കൊടുത്ത് വാങ്ങിയ IEM ആയിരുന്നു ടാങ്സു ഓണർ SG2 റെഡ് ലയൺ എഡിഷൻ. അതിനേക്കാളും ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ബൈ ദ വേ, ആ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ഇതിൻ്റെ വേറെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത്, ഡ്യുവൽ ഡൈനാമിക് ഡ്രൈവറാണ്. 10mm ഡ്യുവൽ ഡൈനാമിക് ഡ്രൈവറാണ്. പിന്നെ ഇത് കൂടാതെ ഇതിന് KZയുടെ തന്നെ ഇതിൻ്റെ മുന്നേ, അതായത് ഇതിൻ്റെ ഒരു പ്രീഡെസസർ എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട്, അതായത് KZ കാസ്റ്റർ എന്നുള്ള മോഡൽ. അതിൻ്റെ ഒരു അപ്ഗ്രേഡ് ആണിത്. അതിന് വരുന്നത് 10+8mm ഡ്രൈവർ ആയിരുന്നു. പക്ഷേ ഇതിന് 10+10mm ഡ്രൈവറാണ് വരുന്നത്. അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ റിവ്യൂലൊക്കെ കണ്ടത് ആ മോഡലിനേക്കാളും റിഫൈൻഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇതിൽ വരുന്നതെന്നാണ്.
ഇതിനേക്കാളും ഒരു പൊടിക്ക് ബേസ് അതിലാണെന്ന് തോന്നുന്നു കൂടുതൽ. പക്ഷെ അതിനേക്കാളും ഒക്കെ കുറച്ചുകൂടിയുള്ള ക്ലാരിറ്റിയുള്ള വോക്കൽസും അതുപോലെ തന്നെ ട്രബിളൊക്കെ കുറച്ച് റിഫൈൻ ചെയ്തത് ഇതിലാണ്. അതിന് കുറച്ചൊരു പീക്കി ട്രബിൾ ഏരിയാസ് ഒക്കെ ഉണ്ട്. ഒരു അറൗണ്ട് 8K 10K റേഞ്ചിൽ ഒരു ട്രബിൾ പീക്ക് ഉണ്ട്. അതൊക്കെ ഇതിൽ ഒന്ന് റോൾ ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ സൗണ്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തോന്നിയത് വളരെ നല്ല ബേസി IEM ആണ്. ബേസി ഇൻ ദ സെൻസ് IEM ഞാൻ ഇതുവരെ ഉപയോഗിച്ച IEMസിലാണ് നല്ല ബേസ് ഉണ്ട്. അതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ സാൽനോട്സ് 780, ട്രൂത്തിയർ ഹെക്സ, ഇതൊക്കെ ഒരു ഫ്ലാറ്റ് സിഗ്നേച്ചർ ആണ്. ഐ മീൻ ന്യൂട്രൽ കൈൻഡ് ഓഫ് സിഗ്നേച്ചർ ആണ്. അതിന് അത്ര ബേസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. എങ്കിലും പിന്നെയാണ് നമ്മുടെ ടാങ്സു റെഡ് ലയൺ. അതിനാണ് പിന്നെ അത് കുറച്ചുകൂടി ഒരു ബേസ് എംഫസിസ് ഉള്ള IEM ആണ്, അതായത് സബ് ബേസ് റീജിയനിൽ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അതിനേക്കാളൊക്കെ നല്ല ബേസ് ഉണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ അതായത് മിഡ് ബേസും അത്യാവശ്യമുണ്ട്. അതായത് സബ് ബേസ് എന്ന് പറയുമ്പോൾ ആ ഒരു റംബ്ലിംഗ് എഫക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ഇടിയുടെ ഒക്കെ ഉണ്ടല്ലോ, ഒരു വൈബ്രേഷൻ പോലത്തെ ഒരു ഫീൽ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് സബ് ബേസിൽ വരിക. മിഡ് ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കിക്ക് ഡ്രം, അതുപോലെ തന്നെ ഉള്ള ഒരു ഇടി ഉണ്ടല്ലോ, ബീറ്റ്, അതൊക്കെയാണ് മിഡ് ബേസിൽ വരിക. അപ്പോൾ മിഡ് ബേസ് ഇതിലാണ് കുറച്ചുകൂടി അടിപൊളി. പിന്നെ ടാങ്സു റെഡ് ലയണിനെ പറ്റി അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് കണ്ടിന്യൂസ് കുറച്ച് കേട്ടപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു ബേസ് എന്നാണ് അത് അറിയപ്പെടുന്നതെങ്കിലും ഐ വുഡ് സേ അത് അങ്ങനെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രക്കൊരു ബേസ് അതിനില്ല. അതായത് ആ ഒരു മിഡ് ബേസ് ഇതുണ്ടല്ലോ, ആ ഒരു പഞ്ച് ഉണ്ടല്ലോ, അത് അതിൽ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വോക്കൽസും ട്രബിളൊക്കെ കുറച്ചുകൂടി ഒരു ഫോർവേഡാണ്. അതുകൊണ്ട് ചില ആൾക്കാർക്ക് അതൊരു ഒരു എന്താ പറയുക, ഒരു ഹാർഷ്നെസ്സോ അല്ലെങ്കിൽ കുറച്ചൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. ഓക്കെ, എസ്പെഷ്യലി ഹയർ വോളിയൂംസിൽ. അപ്പോൾ അത് മാത്രമല്ല, അതിന് പെട്ടെന്ന് നല്ല വോളിയം ഉള്ള സാധനമാണ് ഈ ടാങ്സു റെഡ് ലയൺ. അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ച് വോളിയം കുറവാണ്. പക്ഷെ നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നല്ല, ഐ മീൻ വോളിയം കൂട്ടുമ്പോൾ അത്യാവശ്യം നല്ല ബൂസ്റ്റപ്പ് ആവുകയും ചെയ്യുന്നുണ്ട് വോളിയം. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചറാണ് ഈ ഒരു എന്താ പറയുക, ട്യൂണിങ് സ്വിച്ച് ഉണ്ട്. 1 2 3 4 ട്യൂണിങ് സ്വിച്ച് കാണാം. ഇതിൻ്റെ 1 and 2 ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതായത് ഒരു സബ് ബേസ് ആൻഡ് മിഡ് ബേസ് പീക്ക്, ഐ മീൻ ഒരു ബൂസ്റ്റ് കിട്ടും അറൗണ്ട് 1 to 2 dB. ഒന്ന് ഫസ്റ്റ് സ്ലൈഡ് ചെയ്യുമ്പോൾ 1 dB ബൂസ്റ്റ് കിട്ടും. പിന്നെ രണ്ടും കൂടി ഓൺ ചെയ്താൽ 2 dB ബൂസ്റ്റ് കിട്ടും. പിന്നെ മൂന്നാമത് ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി മിഡ് റേഞ്ച് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ആവും, ഒരു 1 dB ബൂസ്റ്റ് ആവും. ഫോർത്ത് സ്വിച്ച് കൂടി ഓൺ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടെ ബൂസ്റ്റ് ആവും. അതായത് ഫോർത്ത് സ്വിച്ച് മാത്രമാണെങ്കിൽ ആ ഒരു ട്രബിൾ ഏരിയ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ആവും. ആ സെയിം സ്വിച്ച് ഇതിനും ഉണ്ടാവും. ഓക്കെ, ഒന്നിൽ മാത്രം എനേബിൾ ചെയ്താൽ രണ്ടിലും കൂടി അഡ്ജസ്റ്റ് ആവില്ല, ഓരോന്നിലും നമ്മൾ സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു സിം ഇജക്ടർ ടൂൾ പോലത്തെ ഒരു പിന്ന് കൂടി കിട്ടും കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ, നമ്മുടെ കൈ കൊണ്ടൊന്നും ഇത് സ്ലൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല എന്ന് തന്നെ പറയും. പിന്നെ അത്രയും ഷാർപ്പായ നെയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതായാലും അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഞാൻ എവിടെയോ വെച്ച് എൻ്റെ കബോർഡിൽ അങ്ങനെയാണ് എഴുതുന്നത് തോന്നുന്നു. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ.